എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് നാനാണ്. തന്തൂരി അടുപ്പും ഓവനും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഈ നാൻ ഉണ്ടാക്കിയെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാലോ എന്ത് സോഫ്റ്റാണെന്ന്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ ഈസ്റ്റിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എപ്പോഴും 6 മാസം കഴിഞ്ഞതാണെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ. അതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി തിളച്ച വെള്ളമല്ല, എന്നാലും നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഈസ്റ്റ് ആണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കഞ്ഞിവെള്ളമൊക്കെ കലക്കുമ്പോൾ വരുന്നത് പോലെ നല്ലതായിട്ട് ഇതിങ്ങനെ കുറുകി വരും. ഇതൊരു 10 മിനിറ്റ് നമുക്കിതിനെ പൊങ്ങി വരാനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ 250 ml കപ്പിൽ 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തന്നെ മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആട്ട മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം, അതല്ലെങ്കിൽ മൈദ മാത്രമായിട്ടും വേണം എടുക്കാം കേട്ടോ. ഞാൻ രണ്ടും സെയിം അളവാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഈസ്റ്റൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല കുറുകിയ രീതിയിൽ ഈസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മാവിൻ്റെ അകത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈസ്റ്റിൻ്റെ മിശ്രിതം എത്തണം. അതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തൈരും കൂടെ ചേർത്ത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ചെറിയ ചൂട് പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പാലും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി പരിപാടിയും ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ എനിക്ക് ശകലം മാവ് ലൂസായിപ്പോയി കേട്ടോ. അന്നേരം ശകലം മൈദയും അതുപോലെ ശകലം ആട്ടയും ഞാൻ ഇട്ട് കൊടുത്തിരുന്നു ഇതിനെ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾ കുഴച്ചെടുക്കുമ്പം ടൈറ്റായി പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇത്രയും പാൽ അധികമുണ്ട്. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓയിലും കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ പാചകത്തേലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ ഇത് കുറച്ച് പൊടി ഇതുപോലെ തൂക്കി കൊടുത്തിട്ട് മാവിനെ നമുക്കൊരു 3-4 മിനിറ്റ് നല്ലതായിട്ട് നമുക്കൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നില്ല, ആ ഒരു പരുവം വരെ കുഴച്ചെടുക്കുക. അതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. കണ്ടില്ലേ, മാവ് നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ ശകല എണ്ണയും കൂടെ എടുത്തിട്ട് എൻ്റെ മുകളിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടക്കി ടൗൽ ഞാൻ എടുത്തിട്ടുണ്ട്. നനച്ചിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം വെച്ച് ഇതിനെ അടച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1.5 മണിക്കൂർ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരണം. ഇവിടെ ഞാൻ 6 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരച്ചെടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ചെറിയ ഇതിൽ കൂടെയാണ് ഞാൻ ഉരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് നമുക്ക് ഈ വെളുത്തുള്ളി പച്ചയ്ക്ക് കിടക്കുമ്പോൾ ചിലർക്ക് അത് കഴിക്കുന്ന താല്പര്യം കാണത്തില്ല. അതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടറിൻ്റെ അകത്ത് ഈ ഗാർലിക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു പിടി മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കുക. 5 മിനിറ്റ് വെളുത്തുള്ളി വേവിച്ചെടുത്തിട്ടുണ്ട്. കളറൊന്നും മാറി വന്നിട്ടില്ല, കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. ഇത് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മാവ് നല്ലതായിട്ട് പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഈ മാവ് എടുത്തിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാവിനെ നമുക്ക് നീളത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിൻ്റെ ഷേപ്പാക്കി എടുക്കണമല്ലോ, അവിടെ നീളത്തിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. മാവ് ഇവിടെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ട്രയാങ്കുലർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിതിന് ഓവൽ ഷേപ്പിലോ അതുപോലെ റൗണ്ട് ഷേപ്പിലോ ഏത് രീതി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നാനിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതിനെ ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. മാവെല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 8 പീസാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. മൊത്തത്തിൽ 10 പീസിൻ്റെ മാവുണ്ടായിരുന്നു, 2 പീസ് മാറ്റി വെച്ചു. ഇനി നമുക്ക് എങ്ങനെ ഇത് പരത്തിയെടുക്കുന്നത് നോക്കാം. ഇതുപോലൊരു പീസ് എടുക്കുക. ചപ്പാത്തി പലകയിൽ വെച്ച് ശകലം പൊടി തൂക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്രയും കട്ടി കുറച്ച് ഇതിനെ പരത്തിയെടുക്കൽ, കുറച്ച് തിക്കായിട്ടാണ് നമ്മളിതിനെ പരത്തിയെടുക്കുന്നത്. ഞാൻ ഈ ഷേപ്പിലാണ് ഇതിനെ പരത്തിയെടുക്കുന്നത്. ഇവിടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ മാവും നമുക്ക് പരത്തിയെടുക്കാം. അടുത്തയായിട്ട് നമുക്ക്
ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഉണ്ടല്ലോ അതിലോട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തവയിലോട്ട് ഈ നാന് പരുത്തിയതുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം. നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് വീർത്ത് വരും കേട്ടോ. നല്ല വീർത്ത് വരുമ്പോൾ നല്ലതായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വീർത്ത് വരും. ഞാനിൻ്റെ ഒരു സൈഡൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വെന്ത് വന്ന ഈ ഒരു സൈഡിലോട്ട് ബട്ടറും അതുപോലെ ഗാർലിക്കോടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊരു ബ്രഷിലെടുത്തിട്ട് നല്ലതായിട്ട് ഇതിലങ്ങ് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയും വേണം ബട്ടർ അത് അളവനുസരിച്ച് നമുക്ക് ഇതിലൂടെ തേച്ച് കൊടുക്കാം. ഗാർലിക്കോടെ ചേർത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ തിരിച്ചിടത്തില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിനെ നമുക്കിനൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം. ഇത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് ഇനി എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിലാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഞാൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബട്ടറും ഇതുപോലെ തേച്ച് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടങ്ങ് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ തിരിച്ച് വെച്ച് നമ്മളിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ഇട്ടങ്ങ് കരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. ഈ രീതിയാണ് വേറൊരു രീതി. ഈ രണ്ട് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചിലർക്ക് എൻ്റെ മുകളിലൊക്കെ ബട്ടർ ഇരിക്കുന്നത് കാണുമ്പോൾ കഴിക്കുമ്പോൾ ഈ ബട്ടർ ഇത്രയും കഴിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരും. അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ രീതി ചെയ്യാവുന്നതാണ്. അതല്ല ബട്ടർ മേളിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന താല്പര്യമുള്ളവർക്ക് ആദ്യത്തെ രീതി ചെയ്യാം. രണ്ടിനും രുചിക്ക് ഒരു വ്യത്യാസമില്ല. സെയിം രുചി തന്നെയാണ്. അതുപോലെ രണ്ടും നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആയെന്നുള്ളത്. അതുപോലെ നമ്മളിത് കഴിക്കുന്ന ടൈമിൽ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഒത്തിരി സമയം അങ്ങ് തണുത്ത് പോകാനായിട്ട് വെക്കരുത്. ചൂടോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമ നല്ലതാണ്. അതുപോലെ ചിക്കൻ്റെ ഏത് ഐറ്റംസും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. അത്രയ്ക്ക് സോഫ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാലും ഈ സോഫ്റ്റ് മാറത്തൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് തന്നെ ഇരുന്നോളും. ഇടയ്ക്കൊക്കെ കുട്ടികളും നമുക്കൊക്കെ ഇതുപോലൊരു നാനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ടൈമിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാം അതുകൊണ്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അടുത്ത് ഓൾ എന്നൊരു ബെല്ലൈക്കൻ കാണും. അതുകൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് വെച്ചാൽ അത് എന്നെ അറിയിക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.